ഹായ് ഹലോ, നമ്മുടെ മറ്റൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ന് നമ്മുടെ ആദിയുടെ 3-ാം പിറന്നാളിൻ്റെ വീഡിയോ ആണ് കേട്ടോ. ഇത് ശരിക്കും ഫെബ്രുവരി 24-ാം തീയതി എടുത്ത വീഡിയോ ആണ്. അന്ന് ഇത്രയും നാളായി, ഇപ്പം ഏപ്രിൽ ലാസ്റ്റ് ആവാറായി. എന്നിട്ട് ഞാൻ ഇത്രയും 2 മാസം എങ്ങാണ്ടായി ഈ വീഡിയോ എടുത്തു വെച്ചിട്ട് പോസ്റ്റ് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടായില്ല. അപ്പോൾ ഞാനിങ്ങനെ എടുത്തു വെച്ചിരിക്കുന്ന ഓരോ വീഡിയോസൊക്കെ ആയിട്ട് ഇങ്ങനെ അപ്ലോഡ് ചെയ്ത് വരുവാണ് കേട്ടോ. അപ്പം ഈ ഒരു നൈറ്റ് പോകുന്നത് എങ്ങോട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ആദിയുടെ പിറന്നാളിനായിട്ടുള്ള കേക്ക് മേടിക്കാനായിട്ട് പോവാണ് കേട്ടോ. ഏകദേശം ഒരു 9 മണി ഒക്കെ കഴിഞ്ഞിട്ടുണ്ടാവും നൈറ്റ്. അപ്പോൾ ഇന്ന് കേക്ക് മുറിക്കുന്ന പ്ലാനോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ കേക്കോ കാര്യങ്ങളോ ഒന്നും മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ല. രാവിലെ ചേട്ടൻ ജോലിക്ക് പോയി, ഞാൻ ക്ലാസ്സിൽ പോയി തിരിച്ചു വന്നു. അത് കഴിഞ്ഞിട്ട് കുഞ്ഞിനെയും കൊണ്ട് വരുമ്പോഴത്തേക്ക് എനിക്ക് കേക്ക് മേടിച്ചുകൊണ്ട് വരാൻ പറ്റൂല കേട്ടോ. അപ്പോൾ നമ്മൾ കുറേ കടകൾ, അതായത് ഭരണങ്ങാനത്ത് നിന്ന് നമ്മൾ ഈരാറ്റുപേട്ട ചെന്നപ്പോഴത്തേക്കും ബേക്കറി എല്ലാം അടച്ചുപോയി. അരിത്രപ്പള്ളിയാണ് കേട്ടോ ഇപ്പോൾ കുറച്ച് മുന്നേ നിങ്ങൾ കണ്ടത്. അപ്പോൾ ഈരാറ്റുപേട്ട ചെന്നും ഉള്ള ആ ഒരു വഴികളെല്ലാം നമ്മൾ നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ ഒരു ബേക്കറി തുറന്നു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചെന്ന് അവിടെ സാധാരണ കേക്കും കാര്യങ്ങളൊക്കെ ഉള്ള ബേക്കറി ആയിരുന്നു കേട്ടോ. അവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇരിക്കുന്ന കേക്ക് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ ജീവിതത്തിൽ ഞാൻ സന്തോഷിച്ചിട്ടില്ല. ഒരു കേക്ക് കണ്ട് അത്രയും സന്തോഷമായി. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആദിയുടെ 1-ാം പിറന്നാളിന് മാത്രമേ നമ്മൾ ഫാമിലിയും നമ്മുടെ ഫ്രണ്ട്സ് കാര്യങ്ങൾ ഒക്കെ ആയിട്ട് നല്ല അടിപൊളി ഗ്രാൻഡായിട്ട് തന്നെ നമ്മൾ 1-ാം പിറന്നാൾ ആഘോഷിച്ചു. 2nd ബർത്ത്ഡേയും ഇപ്പോൾ നടക്കുന്നതും ഞാനും ചേട്ടനും കുഞ്ഞും മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ശരിക്കും എന്താ പറയുക, അന്നത്തെ ദിവസം എനിക്ക് കുഞ്ഞു കാര്യങ്ങളിൽ, ഞാൻ കുഞ്ഞിൻ്റെ കാര്യം ആയിക്കോട്ടെ, അല്ലെങ്കിൽ എൻ്റെ കാര്യം, ഇല്ലെങ്കിൽ ചേട്ടൻ്റെ കാര്യം, എന്താണേലും കുഞ്ഞു കാര്യങ്ങളിൽ പോലും വളരെയധികം സന്തോഷം കണ്ടെത്തുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ഇന്ന് കേക്ക് മുറിക്കാൻ പറ്റിയില്ലെങ്കിൽ ശരിക്കും ഞാൻ കരഞ്ഞേനെ. അത്ര വിഷമമായി. അങ്ങനെ എന്താ ഞാൻ ഇപ്പോൾ പറയുക. അപ്പോൾ ഞാൻ അതുപോലെ അന്വേഷിച്ചു, അവിടെ ഇവിടെ എല്ലാം അന്വേഷിച്ചു. അങ്ങനെ ലാസ്റ്റ് ഒരു കേക്ക് കിട്ടി. പിന്നെ ആദിനെയും കൊണ്ട് ഒരു കടയിലോട്ട് കയറി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ ഉത്സവപ്പറമ്പിൽ പോകുമ്പം നമ്മുടെ മനസ്സെന്താ, അതുപോലെയാണ് അവൻ്റെ ഓരോ കാര്യങ്ങൾ. അവന് വലിയ സാധനങ്ങളൊന്നും വേണ്ട, കുഞ്ഞു സാധനങ്ങളാണേലും അവന് എന്തെങ്കിലുമൊക്കെ കയ്യെ കിട്ടിയാൽ മതി. അപ്പോൾ അങ്ങനെ പറഞ്ഞ ഒരു വണ്ടിയുടെ ഒരു മുട്ടായി മേടിച്ചു കൊടുത്തു കേട്ടോ. അതിൻ്റെ അകത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജെംസ് പോലത്തെ ഒരു 3-4 മുട്ടായി ഉണ്ടായിരുന്നുള്ളൂ. ഏകദേശം എനിക്കൊന്നും 20 22 അല്ല 25 രൂപ എങ്ങാണ്ടാന്ന് തോന്നുന്നു ആ സൈക്കിളിന്. പക്ഷെ അത് കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് അവൻ്റെ ഒരു സന്തോഷമോ പറഞ്ഞറിയിക്കാൻ പറ്റില്ല. പിന്നെ അവിടെ കേക്കിൻ്റെ പേരൊക്കെ എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആദ്യം അവിടെ ഇരുന്ന് ഭയങ്കര കളിയും അവിടെ ഭയങ്കര സെറ്റപ്പൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു തൊപ്പി മേടിച്ചു കേട്ടോ. ഇത് നമ്മൾ മാത്രമേ ഉള്ളൂ അവിടെ, അതായത് ഞാനും ഹസ്ബൻഡും കുഞ്ഞും മാത്രമേ ഉള്ളൂ. അവനും ഒന്നും അറിയാറ് അങ്ങനെ വലിയധികം സെലിബ്രേഷനോ കാര്യങ്ങളോ ഒന്നും അറിയാറായിട്ടില്ല. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ കുഞ്ഞു സന്തോഷങ്ങളില്ലേ, അതിലാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് കേട്ടോ. അത് കഴിഞ്ഞ് കേക്കും മേടിച്ച് നമ്മൾ നേരെ വീട്ടിലോട്ട് വരികയാണ്. ശരിക്കും ആ കേക്കിൻ്റെ ആ ഒരു കയ്യിൽ കിട്ടുന്നത് വരെ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. അത് എങ്ങനെ എന്താ പറയുക, അത് കിട്ടുമോ ഇല്ലയോ എന്ന് പോലും അറിയില്ലായിരുന്നല്ലോ. അപ്പോൾ അങ്ങനെ ഭയങ്കര സന്തോഷമായിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ്. പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു കാപ്പി കുടിക്കാം എന്നും പറഞ്ഞുകൊണ്ട്, കാപ്പി കുടിക്കാനാണോ ഇറങ്ങിയത്? കാപ്പി കുടിക്കാമെന്ന് പറഞ്ഞ് ഇറങ്ങി. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ അവർ പോയി കാപ്പി കുടിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുന്നു. എന്തോ ദോശ എന്നാണ്ടൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് അവിടെ പോവുകയാണ്. അപ്പോൾ ഞാനത് ചില്ലും കൂട്ടിയിരിക്കുന്ന ബജ്ജി കണ്ടത്. അപ്പോൾ എനിക്കൊരു കൊതി ബജ്ജി കഴിച്ചേക്കാന്ന്. അപ്പം അങ്ങനെ മുട്ട ബജ്ജി കഴിക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ പോയിരുന്നു. 2 കഴിച്ചു ആദ്യം, അത് കഴിഞ്ഞിട്ട് പിന്നെയും കഴിച്ചു. അങ്ങനെ എല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വീട്ടിലോട്ട് വന്നു. വീട്ടിൽ വന്ന് നമ്മൾ കേക്കും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളിപ്പോൾ താമസിക്കുന്നത് ഒരു റെൻറ്റ് വീടാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ കേക്കൊക്കെ സെറ്റ് ചെയ്യുകയാണ്. എന്ത് കാര്യമാണെങ്കിലും നമുക്ക് നമ്മുടെ സന്തോഷം, ഇത് നമ്മുടെ കൂടെ ആരൊക്കെ ഉണ്ട്, ഇല്ലെങ്കിൽ നമ്മുടെ കൂടെ ഇപ്പം തൽക്കാലം ആരുമില്ല എന്നൊക്കെ ഓർത്ത് നമ്മൾ വിഷമിച്ചിരുന്നിട്ടൊന്നും കാര്യമില്ല. നമ്മുടെ കുഞ്ഞു സന്തോഷങ്ങളാണ് നമുക്ക് ഏറ്റവും വലുത്. നമ്മൾ അതിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. ഓക്കെ, ഇതാണ് ആദിയുടെ ഒരു ബർത്ത്ഡേ കേക്ക് കേട്ടോ. ഇത് വൈറ്റ് ഫോറസ്റ്റോ ബ്ലാക്ക് ഫോറസ്റ്റോ എങ്ങനെയും തന്നെ തോന്നുന്നു. പുറത്തത്തെ വൈറ്റും അകത്തത്തെ ബ്ലാക്കും കൂടെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു കൺഫ്യൂഷൻ.
അപ്പോൾ നമ്മൾ കേക്ക് മുറിക്കാൻ ആദ്യം ഭയങ്കര എക്സൈറ്റഡ് ആണ് അവൻ. അവന് ആ കേക്ക് മേടിച്ചപ്പോൾ മൂലം അവൻ കേക്ക് എന്ന് പറയുന്നുണ്ട്. ഈ ശരിക്കും ഇപ്പം ആദ്യനെ ഡേ കെയറിലൊക്കെ വിടുന്നത് കൊണ്ട് അവിടെ ഓരോ കുഞ്ഞുങ്ങളുടെ കേക്ക് മുറിയും കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും അവിടെ പാടുന്ന പാട്ടുകൾ ഇല്ലെങ്കിൽ അവിടുത്തെ കാര്യങ്ങൾ ഒക്കെ അവനറിയാമല്ലോ. ദേ നമ്മൾ കേക്ക് മുറിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. പാട്ടൊക്കെ പാടി അങ്ങനെ കേക്ക് മുറിയൊക്കെ അതിൻ്റെ ഭയങ്കര സന്തോഷത്തിൽ നടക്കുകയാണ്. ഇപ്പം എനിക്ക് തോന്നുന്നു സമയം ഏകദേശം ഒരു 10:45 10:45 കൊച്ചിനെ ഉറക്കാതെ ഇരുന്ന് കേക്ക് മുറിച്ച് ഒരു ഒരു ആഘോഷമായിപ്പോയി. ഞാനാണ് കേട്ടോ ആദ്യം കേക്ക് വായി വെച്ച് കൊടുക്കുന്നത്. കറക്റ്റ് അത് ക്രീമായിപ്പോയി അവൻ്റെ വായിക്കകത്ത് മുഴുവൻ. അതുകൊണ്ട് തന്നെ ചേട്ടൻ കൊടുത്തപ്പോഴത്തേക്ക് അവൻ മേടിച്ചുമില്ല. അത് കഴിഞ്ഞ് പിന്നെ ആ കേക്ക് ഞങ്ങൾ തമ്മിൽ അങ്ങ് കൈമാറി. എന്താ ചെയ്യുക, അച്ഛനും അമ്മയും അതിൻ്റെ ഇടയ്ക്ക് ഒരു റൊമാൻസ് എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. കേക്ക് കഴിക്കുന്നതിലൊക്കെ എന്ത് റൊമാൻസ്, എന്നാലും ഇരിക്കട്ടെ ഒരു കുട്ടി റൊമാൻസ്. അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ കുഞ്ഞുകുറുക്കൻ്റെ നമ്മുടെ കുഞ്ഞിൻ്റെ കുഞ്ഞു കുസൃതികളൊക്കെ ആയിട്ട് അവനങ്ങനെ ആ വഴിക്ക് അങ്ങ് നടക്കുകയാണ്. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ ശരിക്കും ഒരു 10:45 സമയമൊക്കെ ആയിട്ടുണ്ട്. അവൻ ശരിക്കും പറഞ്ഞ ഒരു കൊഞ്ചി നമ്മുടെ അടുത്ത് കളിക്കാൻ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അതൊന്നും നടപടിയില്ല. ആ കേക്ക് പിന്നെ സ്വന്തമായി കഴിച്ച് ചേട്ടൻ ആത്മസംതൃപ്തി അടഞ്ഞു കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ മുഖത്ത് തേക്കുന്നത് ഒരു ആചാരമാണല്ലോ, അത് ഞാനായിട്ട് അങ്ങ് തെറ്റിച്ചില്ല. പിന്നെ കേക്കും കഴിച്ച് എല്ലാം വളരെ സന്തോഷത്തോടെ അന്നത്തെ ആഘോഷം നമ്മൾ വൈൻഡപ്പ് ചെയ്തു. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ എല്ലാവരും കാണുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും നമ്മുടെ ചാനലിന് ഇല്ലെങ്കിൽ നമ്മുടെ പേജിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുക. എല്ലാ വീഡിയോസും ഒന്ന് കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് വരാട്ടോ. എന്നാൽ നിങ്ങൾക്കുള്ള പീസ്.